A lot of people think that, in India, you get scammed all the time, you get overcharged. And I do think there's an element of truth to that. But I want to talk about how many times as a foreigner in India you will get undercharged. So I recently found out that my chai wallet is just charging me a lower price because I'm a guest to this country. And the amount of times I've been in restaurants and they'll give you like extra dessert and they're like, India aapka swagat hai. Let alone how many times, Indian strangers will just invite you to their home for food, like khana hai, or will take you to like their cousin's wedding, or even invite you to stay at their home. Like the first time I went to India, I almost only stayed with Indian families because they will invite you to stay, and then when you leave, they're like, oh, you're going to Udaipur, but my cousin's friend lives in Udaipur, you should stay with her. And I just don't think that there's many countries where people are as hospitable and as welcoming as they are in India. And so, well, yes, you might sometimes be overcharged for your auto ride. I think it's far more often that you get undercharged and that, you benefit from this like incredible warmth and hospitality of Indian people. ഇന്ത്യയിൽ തട്ടിപ്പുകാർ മാത്രമല്ല, ഹൃദയം തുറക്കുന്ന മനുഷ്യരുമുണ്ട്. വൈറലായി വിദേശ വനിതയുടെ അനുഭവം. ഇന്ത്യയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത് തട്ടിപ്പും അമിത വിലയും മാത്രമാണ് എന്ന സ്ഥിരം പ്രചാരണങ്ങൾക്ക് ഇപ്പോൾ മറുപടിയുമായി ഒരു വിദേശ വനിതയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. ജെയിൻ കി ഘോജ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ജെയിൻ പങ്കുവച്ചിരിക്കുന്ന ഇന്ത്യയിലെ യാത്രാ അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലുള്ളത്. ഇതാകട്ടെ ഇപ്പോൾ ഏറെക്കുറെ വൈറലായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് കേട്ട് പല ധാരണകൾക്കും, അതായത് ഇന്ത്യ എന്താണെന്നതിനെ കുറിച്ച് പറയുന്നതിന് കേട്ട പല ധാരണകൾക്കും തന്റെ യാത്രാനുഭവം വളരെ വിപരീതമായിരുന്നു എന്നതാണ് ജെയിൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ എവിടെ പോയാലും തനിക്ക് ലഭിച്ച സ്നേഹവും കരുതലും അതിഥി സൽക്കാരവും അതിനെക്കുറിച്ചാണ് അവർ വാതോരാതെ തന്നെ സംസാരിച്ചത്. സ്ഥിരമായി ചായ കുടിക്കാൻ എത്തിയിരുന്ന ഒരു പ്രാദേശിക ചായക്കടക്കാരൻ പോലും ഒരു വിദേശ അതിഥി എന്ന സ്നേഹത്തോടെ നിശ്ചിത വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ചായ നൽകിയിരുന്നുവെന്നും ജെയിൻ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ഭക്ഷണശാലകളിൽ എത്തിയപ്പോൾ ഇന്ത്യയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് മധുര പലഹാരങ്ങളും അധിക ഭക്ഷണവും സൗജന്യമായി നൽകിയ അനുഭവവും അവർ പങ്കുവച്ചു. എന്നാൽ ഇന്ത്യയുടെ ആ ഒരു ആതിഥ്യ മര്യാദ ഭക്ഷണത്തിലും വിലക്കുറവിലും ഒതുങ്ങുന്നില്ല എന്നതാണ് ജെയിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വഴിയിൽ കണ്ടുമുട്ടിയ അപരിചിതർ പോലും വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു, കുടുംബ ചടങ്ങുകളിൽ പങ്കാളികളാക്കി, ചിലർ താമസ സൗകര്യം വരെ വാഗ്ദാനം ചെയ്തു എന്നതാണ് അവർ അനുഭവം പറയുന്നത്. തട്ടിപ്പിന്റെ കഥകൾ കേട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ കണ്ടത് മനുഷ്യ സ്നേഹത്തിന്റെ മറ്റൊരു മുഖമാണ്. വിനോദസഞ്ചാരികളെന്നല്ല, വിദേശ സഞ്ചാരികളിൽ ഇന്ത്യയെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ പലപ്പോഴും വലിയ ചർച്ചകളാകുമ്പോൾ ഒരു സാധാരണ ചായക്കടക്കാരന്റെ സ്നേഹവും വഴിയിൽ കണ്ടുമുട്ടിയ അപരിചിതരുടെ ആതിഥ്യ മര്യാദയും ഒക്കെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു ചിത്രം ലോകത്തിന് മുന്നിലേക്ക് തുറന്നു നൽകുകയാണ് ഈ വീഡിയോയിലൂടെ. ഇന്ത്യയെ അളക്കാൻ കണക്കുകൾ പോരാ. ഒരിക്കൽ യാത്ര ചെയ്തുകൊണ്ട് മനുഷ്യരെ കണ്ടാൽ മതി. തന്റെ ആദ്യ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രധാനമായും ഇന്ത്യൻ കുടുംബാംഗങ്ങളോടൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും താൻ അടുത്തിടെയായി തന്നെ സന്ദർശിക്കുന്ന നഗരങ്ങളിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് യാത്ര കൂടുതൽ എളുപ്പമാക്കാൻ അവർ സഹായിച്ചതായും ജെയിൻ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇതേപോലെ തന്നെ വിദേശികളെ തന്നെ ഇത്രയധികം ആദരവോടുകൂടി തന്നെ ആതിഥ്യ മര്യാദയോടെയും സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ല എന്നതാണ് അവരുടെ നിരീക്ഷണം. ചിലപ്പോൾ ഓട്ടോറിക്ഷ യാത്രകളിൽ അല്പം ഉയർന്ന തുക ഈടാക്കാറുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ ഒക്കെ തന്നെ എത്രയോ ഇരട്ടി സ്നേഹവും കരുതലുമാണ് ഇന്ത്യയിലെ സാധാരണക്കാരിൽ നിന്ന് തനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഇന്ത്യയിലെ അമിത തുക ഈടാക്കലും കുറഞ്ഞ തുക വാങ്ങലും എന്ന ഒരു തലക്കെട്ടോടുകൂടി തന്നെ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യയുടെ ആ ഒരു സാംസ്കാരിക മഹിമയെ അവിടെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.